നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ, സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കൺവീനർ നടത്തിയ പ്രസ്താവന UDF-നെ വെട്ടിലാക്കി. പിന്നാലെ ദിലീപിനെ പിന്തുണച്ച അടൂർ പ്രകാശിന്റെ നിലപാട് തള്ളി KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചില്ലെന്നും വിധിയിൽ തൃപ്തിയില്ലെന്നും ഉമാ തോമസ് MLA പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അടൂർ പ്രകാശിന്റെ സമീപനം നാടിന്റെ പൊതുവികാരത്തിനെതിരെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇവിടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണ്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. അടൂർ പ്രകാശിന്റെ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്നാരോപിച്ച് CPM നേതാക്കളും രംഗത്തെത്തി. സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ഇരയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വേറെ പണിയില്ലാത്തവർ സ്വീകരിക്കുന്ന നിലപാടാണെന്നാണ് അടൂർ പ്രകാശിന്റെ നിലപാട്. ഇത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളും നേരിട്ട് അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ അടൂർ പ്രകാശ് നിലപാട് മാറ്റി. അതിജീവിതയ്ക്കൊപ്പം തന്നെയെന്നും രാവിലത്തെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും വിശദീകരണം. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തേണ്ട. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം രാവിലെ പറഞ്ഞ എന്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ വിവാദ പ്രസ്താവനയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.